25 വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും. നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അതും മിതമായ നിരക്കിൽ. പച്ചക്കറി, പലചരക്ക്, സ്റ്റേഷനറി, ഫ്രൂട്ട്സ്, കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം. ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 9961652529. 2025 ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭയിൽ ചേർന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, നഗരസഭാ കൌൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, സെക്രട്ടറി ഇൻചാർജ് ജിതേഷ് കുമാർ തുടങ്ങിയ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അതിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ട്, അപ്പൊ അതിന്റെ തുടർന്നുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി കഴിയണം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ, ഇപ്പോ ഇത്തവണത്തെ വലിയ മഴയുണ്ടായിട്ട് പോലും വടക്കാഞ്ചേരിയില് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞത് നമുക്ക് ആ മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ടും അപ്പുറത്ത് സൈഡ് കെട്ടിയതിന്റെ ഭാഗമായിട്ടാണ്. ഏതൊരു കാര്യം ചെയ്താലും രണ്ടു പക്ഷം ഉണ്ടാവുമല്ലോ. സൈഡ് കെട്ടുമ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നവരാണ്. ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് മണ്ണ് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. മണ്ണ് കുറച്ച് മാറ്റി കുറച്ചുകൂടി അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് സമരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുക തന്നെയാണ്. എന്തായിരുന്നാലും നമ്മുടെ നാട് വേറെ ഒരു മലിനീകരണ പ്രശ്നത്തിലേക്ക് പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.